രാഹുൽ ഈശ്വർ ഈ സംഗതിയെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? നമ്മളുടെ വിട്ടുപിരിഞ്ഞ മഹാനായ ശ്രീനിവാസന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പോൾ ബാർബർ ഫ്രാൻസിലേക്ക് പോയി എന്ന് പറയുക, അപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഫ്രാൻസിലേക്ക് വിടുന്നു. പോൾ ബാർബർ പിന്നെ ഇറ്റലിയിലേക്ക് പോയി എന്ന് പറയുക, അപ്പൊ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഇറ്റലിയിലേക്ക് വിടും. അങ്ങനെ ഓരോരോ രാജ്യങ്ങളെ നമ്മൾ കണ്ടുവരാമല്ലോ എന്ന് ചോദിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? ഞാൻ ഇനി സീരിയസ് ആയ ഒരു പോയിന്റ് പറയാം. ജൂലൈ 19, ജൂലൈ 20 ശബരിമലയിൽ നടത്ത സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് കണ്ടുപിടിക്കാതെ 90 ദിവസത്തിലധികമായി ഇരുട്ടിൽ തപ്പുന്ന SIT പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി എങ്ങനെങ്കിലും UDF-ന്റെയും കോൺഗ്രസിന്റെയും 1-2 ആൾക്കാരെ ജയിലിലിടാൻ നോക്കുകയല്ലേ? എന്ത് മെറിറ്റാണ് ഈ കാര്യങ്ങൾക്കുള്ളത്? എന്തൊരു കള്ളത്തരമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇത് തന്നെയാണ് തിരിച്ച് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ അവരോട് നടക്കുന്നത്. എങ്ങനെങ്കിലും കടകംപള്ളിയെ പിടിച്ച് ജയിലിലിട്ടാൽ കോൺഗ്രസിന് രാഷ്ട്രീയ ലാഭമാണ് ഉണ്ടാകുക. എങ്ങനെങ്കിലും അജയ് തറയിലിനെ പിടിച്ച് ജയിലിലിട്ടാൽ CPM-ന് രാഷ്ട്രീയ ലാഭമാണ് ഉണ്ടാകുക. അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷേ SIT-യോ അന്വേഷണ ഏജൻസികളോ വിജിലൻസോ അതിൽ നിൽക്കുന്നതിന് എന്തർത്ഥമാണ്? നിഷാദ്, ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ കൊടിമര പ്രതിഷ്ഠയെക്കുറിച്ച് അഡ്വക്കേറ്റ് കമ്മീഷന്റെ കൃത്യമായ 6 ഇടക്കാല റിപ്പോർട്ടുകളും ആ റിപ്പോർട്ടുകളെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോസസ്സിന്റെ ഏറ്റവും വലിയ അബ്യൂസ് അല്ലേ നടക്കുന്നത്? ഒരു കാര്യവുമില്ലാതെ വീണ്ടും വീണ്ടും അന്വേഷിക്കുക. യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണം എവിടെ? ആ സ്വർണ്ണപ്പാളികളിലെ സ്വർണം എവിടെ? ഈ 90 ദിവസമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം കൊടിമരം തപ്പിപ്പോവാണ്. എന്തിനാണെന്നറിയാമോ? ഫോക്കസ് തെറ്റിക്കാനാണ്. ഇനി അവസാനം പോൾ ബാർബറിന്റെ കയ്യിലുള്ള സ്വർണ്ണ മുകുടം കൂടി എടുത്താൽ മാത്രമേ ആശ്വാസമാകൂ എന്ന് വിചാരിക്കുക. അതായത് CPM-ന് എതിരായി വരുമ്പോൾ അപ്പുറത്ത് കോൺഗ്രസിന്റെ മുതിർന്ന ആരെയെങ്കിലും കൂടി പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടാൽ ഇവർക്കൊരു പൊളിറ്റിക്കൽ ബാലൻസ് ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിയും പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട്. അതായത് തന്ത്രി എന്ന് പറയുന്ന വ്യക്തി വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ CPM-ന്റെ ആൾക്കാർ മാത്രമല്ല, തന്ത്രിയും ജയിലിലുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി അത് പോരാ എന്ന് അവർക്ക് തോന്നിയതിനു ശേഷം ഇപ്പോൾ അജയ് തറയിലും കൂടെ കിടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സും കിടന്നു, നിങ്ങളുടെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സും കിടന്നു. എന്റെ ഏക റിക്വസ്റ്റ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇത് ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം കൂടെ, കടകംപള്ളി അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ്സുകാർ പറയരുത്. ഒരു അർത്ഥവുമില്ല. കടകംപള്ളിക്ക് ഈ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? കുറച്ച് ഫോട്ടോ ഉണ്ടെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെല്ലാം അറസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് വെറുതെ ഖജനാവിന്റെ സമ്പത്ത് കളയലാണ്, സമയം കളയലാണ്. യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കുറച്ച് സ്വർണം പോയിട്ടുണ്ട്. അത് എവിടെ? ഏകദേശം 3 ചില്ലാൻ കിലോ വരും ദ്വാരപാല ശില്പങ്ങളിൽ നിന്നും കട്ടളപ്പാളികളിൽ നിന്നും. അത് എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താത്ത ആൾക്കാരാണ് കൊടിമരത്തിന്റെയും വാജിവാഹനത്തിന്റെയും പുറകെ പോകുന്നത്. നിഷാ നോർമാണ് വാജിവാഹനത്തിന്റെ പുറകെ പോയിട്ട് എന്തായി? അത് തന്ത്രിയെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എടുത്തു കൊടുത്തതാണ്. തന്ത്രി 2.5 കോടി നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള കള്ളക്കടകളുണ്ടായിരുന്നല്ലോ, അത് പൊളിഞ്ഞില്ലേ? നെടുമ്പറമ്പിൽക്കാർ തന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ അങ്ങനെ തന്ത്രി ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നാടകങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസും CPM-ഉം, BJP-യിലെ പ്ലെയർ അല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്, കോൺഗ്രസും CPM-ഉം ഈ രാഷ്ട്രീയ കളി അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തണം. ശബരിമല അയ്യപ്പൻ ഒരു പൊളിറ്റിക്കൽ ഫുട്ബോൾ അല്ല. ഈ പൊളിറ്റിക്കൽ ഫുട്ബോളുകൾ നിർത്തണം. അന്യായമാണ് നടക്കുന്നത്. ഒരു ഉദ്ദേശവും ഇല്ലാത്തതാണ്. എങ്ങനെങ്കിലും ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരെ ഈ അന്വേഷണം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നമ്പറുകളാണ് നടക്കുന്നത്. ഇനി പെട്ടെന്ന് ഒരു സജഷൻ കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ. വിജിലൻസുകാര് ഇപ്പോ നമ്മുടെ കൊടിമരത്തിന്റെ കേസ് എടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടിമരത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അയ്യപ്പന്റെ അനുജ്ഞ കിട്ടിയില്ല. ആ അനുജ്ഞ മേടിക്കാത്തതുകൊണ്ട് തന്ത്രിയെ ഒന്നുകൂടെ അറസ്റ്റ് ചെയ്യുകയും ആ അനുജ്ഞ ചോദിക്കാത്തതുകൊണ്ട് അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വിജിലൻസിന് ഈസി ആയിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. നാട്ടുകാരെ പറ്റിക്കലാണ് ഇത് നടക്കുന്നത്. എനിക്കറിയില്ല ആരാണ് ഇതിന് ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാക്കുക എന്ന്. പക്ഷെ അയ്യപ്പൻ ഇത് കാണുന്നുണ്ട്. അന്വേഷണത്തെ വഴിതിരിക്കാൻ ഡീവിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് കാര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു രാഹുൽ, താങ്കളുടെ പ്രതികരണത്തിന്.